എന്താണ് എൻവയോൺമെന്റ് എക്കോളജി പറയാനുള്ളത് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പിന്നെ ടോപ്പിക്കുകളിലേക്ക് കടക്കാം. അപ്പൊ അതിന് ആദ്യം തന്നെ നമ്മൾ ഓരോ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ KS ബന്ധപ്പെട്ട് നമുക്ക് എക്സാമിന് ഏത് കോമ്പറ്റേറ്റീവ് പരീക്ഷയാണെങ്കിലും നമ്മൾ ആദ്യം തന്നെ ആ എക്സാമിനെ പറ്റി മനസ്സിലാക്കേണ്ടത് അതിന്റെ മുൻകാല വർഷ ചോദ്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനോടൊപ്പം തന്നെ സിലബസും കൂടെ അനലൈസ് ചെയ്യുമ്പോഴാണ്. അപ്പൊ അത്തരത്തിൽ എൻവയോൺമെന്റ് എക്കോളജി എന്ന് പറയുന്നത് KS സംബന്ധിച്ചിടത്തോളം പ്രിലിംസിനും മെയിൻസിനും പേപ്പർ 2-ലാണ് വരുന്നത്. ഓക്കെ, പേപ്പർ 2-ൽ വരുന്ന ഒരു ടോപ്പിക്കാണ് എൻവയോൺമെന്റ് എക്കോളജി. അപ്പൊ ഇതില് സിലബസ് നമ്മൾ ആദ്യം നോക്കുമ്പോൾ സിലബസിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സാമിന് KS സംബന്ധിച്ചിടത്തോളം പ്രിലിംസിനും മെയിൻസിനും സെയിം സിലബസ് ആണ് അല്ലെ. അപ്പൊ ആ രീതിയിലുള്ള ഒരു അഡ്വാൻറ്റേജ് നമുക്ക് KS എക്സാമിനുണ്ട്. അപ്പൊ ഇതിൽ തന്നെ പ്രിലിംസും മെയിൻസും പേപ്പർ 2 പ്രിലിംസിന് നമുക്ക് പേപ്പർ 1 പേപ്പർ 2 ഉണ്ട്. മെയിൻസിന് 3 പേപ്പറാണുള്ളത്. ഇതിൽ മെയിൻസിന്റെയും ഇന്റർവ്യൂവിന്റെയും സ്കോർ അനുസരിച്ചിട്ടാണ് നമ്മുടെ KS റാങ്ക് നിശ്ചയിക്കപ്പെടുന്നത്. അപ്പൊ ഇത്തരത്തിൽ രണ്ട് സ്റ്റേജിൽ പ്രിലിംസിനും മെയിൻസിനും പേപ്പർ 2-ലാണ് നമുക്ക് ഏത് വരുന്നത് എൻവയോൺമെന്റ് എക്കോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് വരുന്നത്. അപ്പൊ ഇതില് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗമായിട്ടാണ് എൻവയോൺമെന്റ് സയൻസ് സിലബസിൽ PSC നൽകിയിരിക്കുന്നത്. ഇതിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇഷ്യൂസ് ആൻഡ് കൺസേൺസ് റിലേറ്റഡ് ടു എൻവയോൺമെന്റ് ആൻഡ് ഇറ്റ്സ് ലീഗൽ ആസ്പെക്ട്സ്, policies and treaties for the protection of environment at the national and international level, environment protection for sustainable development, biodiversity, its importance and concerns, climate change, international initiatives, policies, protocols, and India's commitment. Western Ghats, features, characteristics, and issues. Forest and wildlife ആയിട്ട് ബന്ധപ്പെട്ട് legal framework for forest and wildlife conservation in India. Environmental hazards, pollution, carbon emission, and global warming. National action plan on climate change and disaster management. Developments in biotechnology, green technology, and nanotechnology. അപ്പൊ ഇത്രയും ടോപ്പിക്കാണ് എൻവയോൺമെന്റ് എക്കോളജി എന്ന് നമുക്ക് പറയാവുന്ന ഒരു സബ്ജക്റ്റിലേക്ക് കേരള PSC നൽകിയിരിക്കുന്നത്. നിങ്ങൾ ഒരു പക്ഷേ PSCക്കും PSCയുടെ മറ്റ് തരത്തിലുള്ള എക്സാമുകൾ എഴുതിയ ഒരു ഉദ്യോഗാർത്ഥിയാണ് എന്നുണ്ടെങ്കിൽ ഇതേ സിലബസ് നിങ്ങൾക്ക് കോമൺ പ്രിലിംസിന്റെ ഡിഗ്രി ലെവൽ കോമൺ പ്രിലിംസിന്റെ അകത്ത് കാണാൻ സാധിക്കും. KS എൻവയോൺമെന്റിന്റെ സെയിം സിലബസ് തന്നെയാണ് ഡിഗ്രി ലെവലിലേക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ PSC ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് ബേസിക്കലി നിങ്ങൾക്ക് ഈ ഒരു സിലബസ് കണ്ടപ്പോൾ മനസ്സിലായി കാണും അല്ലെ, പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് കൂടുതലായിട്ടും ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാറുള്ളത്. അതായത് എൻവയോൺമെന്റ്, പരിസ്ഥിതി നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഓക്കെ, അതിന്റെ ഡിഫറെന്റ് തലങ്ങൾ, പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമുക്ക് ഓസോൺ ലെയർ ഡിപ്ലീഷനുമായിട്ട് ബന്ധപ്പെട്ട്, ഗ്ലോബൽ വാർമിംഗുമായിട്ട് ബന്ധപ്പെട്ട്, ബയോഡൈവേഴ്സിറ്റി ലോസുമായിട്ട് ബന്ധപ്പെട്ട്, ഇത്തരത്തിൽ പല പല പ്രശ്നങ്ങൾ. ഇനി ഇതിനെയൊക്കെ എങ്ങനെ നമുക്ക് നേരിടാൻ സാധിക്കും, എഫക്റ്റീവായിട്ട് നമുക്ക് മിറ്റിഗേറ്റ് ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ള എൻവയോൺമെന്റൽ ലോസ് ഉണ്ട്, നമ്മുടെ നിയമങ്ങൾ അല്ലെ. ഇന്ത്യയിൽ എന്തൊക്കെയാണ് നിയമം നിങ്ങൾക്കറിയാം. ലെജിസ്ലേറ്റീവ് ബോഡി എന്ന് പറയുന്നത് പാർലമെന്റ് ആണ്. അപ്പൊ പാർലമെന്റ് നിയമം ഇത്തരത്തിൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൺസർവ് ചെയ്യാനായിട്ട് നിയമങ്ങൾ കൊണ്ടുവരുന്നു. നിയമങ്ങളിലൂടെ അത് വരുമ്പം എല്ലാവരും അത് ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. പിന്നെ നമുക്ക് വരുന്നത് എൻവയോൺമെന്റൽ കൺവെൻഷൻസ് ആണ്. ഒരുപാട് കൺവെൻഷൻസ് ഇത്തരത്തിൽ പല പല കാര്യങ്ങൾക്കായിട്ട്, സോളിഡ് വേസ്റ്റ് തടയാൻ വേണ്ടിയിട്ട്, വൈൽഡ് ലൈഫ് കൺസർവേഷന് വേണ്ടിയിട്ട്, ഗ്ലോബൽ വാർമിംഗ് തടയാൻ വേണ്ടിയിട്ട്, ഇത്തരം ഓരോ കാര്യത്തിനായിട്ടും ഇന്റർനാഷണൽ ലെവലിൽ പല പല കൺവെൻഷൻസ് ഉണ്ട്. ഇപ്പൊ ഈ അടുത്തിടയ്ക്കാണെങ്കിലും ഇനി ഇപ്പൊ ഈ മാസം അവസാനം UNFCCC ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട കൺവെൻഷൻ വരാൻ പോകുന്നു. അപ്പൊ ഇത്തരത്തിൽ പല പല കൺവെൻഷൻസ് ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ നമുക്ക് എൻവയോൺമെന്റ് എക്കോളജി ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ മാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും വരാം. പ്രൊട്ടക്റ്റഡ് ഏരിയ, അതായത് നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറി, ടൈഗർ റിസർവ്സ്, ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്, ബയോസ്ഫിയർ റിസർവ്സ് എന്തൊക്കെയാണ്, ഇത്തരത്തിൽ നിരവധി പ്രൊട്ടക്റ്റഡ് ഏരിയാസിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇത് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ന്യൂസിൽ വരുന്ന പ്രൊട്ടക്റ്റഡ് ഏരിയാസ്, മാപ്പ് ബേസ്ഡ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ചോദ്യം വരാം. ഇപ്പൊ എൻവയോൺമെന്റ് എക്കോളജി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ല, മറ്റു പല സബ്ജക്റ്റുകളായിട്ടും ഓവർലാപ്പിംഗ് കാര്യങ്ങൾ വരും. ഓക്കെ, ഉദാഹരണം വെജിറ്റേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ജോഗ്രഫിയിൽ നിങ്ങൾ പഠിക്കും, എൻവയോൺമെന്റ് എക്കോളജിയിലും പഠിക്കും.
കുറച്ച് കാര്യങ്ങൾ ബേസിക് സയൻസ് അല്ലെങ്കിൽ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് KS-ന്റെ സിലബസിലുണ്ട്. അപ്പം എൻവയോൺമെന്റിലെ കുറച്ച് കാര്യങ്ങൾ ബയോടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ തന്നെ ഞാൻ ഈ ഒരു ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത് ഇത്തരത്തിൽ ബയോടെക്നോളജി, ഗ്രീൻ ടെക്നോളജി, നാനോ ടെക്നോളജി. ശരിക്കും നമുക്കിത് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിന്റെ അകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. ഓക്കെ, എന്നാൽ ഇത്തരത്തിൽ എമർജിംഗ് ആയിട്ടുള്ള ടെക്നോളജി എങ്ങനെയൊക്കെ എൻവയോൺമെന്റൽ കൺസർവേഷന് വേണ്ടി ഉപയോഗിക്കാം. ഉദാഹരണം കോറൽ റീഫിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ബയോ റോക്ക് ടെക്നോളജി എന്ന് പറഞ്ഞ പുതിയൊരു ടെക്നോളജി വന്നിരുന്നു. അത് ചോദ്യമായിട്ട് UPSC-ക്ക് പോലും ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ എമർജിംഗ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ ഫീൽഡിലുള്ള ടെക്നോളജീസിനെയും കൂടെ പറ്റി നമ്മൾ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് പഠിക്കണം. അത് നമുക്ക് എക്സാമിന് ചോദ്യം വരാൻ സാധ്യത കൂടുതലാണ്. ഇനി UPSC-യുടെയും അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ടാവുക നിങ്ങൾക്ക് യൂണിയൻ പബ്ലിക് സർവീസ് പ്രിപ്പറേഷൻ നടത്തുന്ന സിവിൽ സർവീസ് പരീക്ഷയ്ക്കും KS-നും ഈവൻ PSC-യുടെ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കും ഈ 3 പരീക്ഷകൾക്കും ഒരേപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ടോപ്പിക്കുകൾ ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻവയോൺമെന്റൽ ലെജിസ്ലേഷൻസും കൺസർവേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പിന്നെ അത് കൂടാതെ മാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും പഠിക്കണം. കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് ആണ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാൻ ചാൻസ് കൂടുതൽ. അപ്പൊ അതാണെങ്കിൽ പോലും നമുക്ക് പ്രിലിംസിനാണെങ്കിലും ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു ബേസിക് ഐഡിയ വേണം എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ തിയറി പോർഷൻസ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സിൽ വരുന്നതിനെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ഓൺ ചെയ്ത് പഠിക്കണം. ഓക്കെ, ഇനി മറ്റൊരു കാര്യം ഞാൻ ഇവിടെ ഗ്രീൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടിരിക്കുന്ന വെസ്റ്റേൺ ഗട്ട്സ്, അതിന്റെ ഫീച്ചേഴ്സും ക്യാരക്ടറിസ്റ്റിക്സും വെസ്റ്റേൺ ഗട്ട്സ് നേരിടുന്ന പ്രശ്നങ്ങൾ. ഓക്കെ, അപ്പൊ വെസ്റ്റേൺ ഗട്ട്സുമായിട്ട് ബന്ധപ്പെട്ട് കാര്യം KS ആണ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ പരീക്ഷയാണ്, കേരള PSC നടത്തുന്ന പരീക്ഷയാണ്. അപ്പൊ എക്സ്ക്ലൂസീവ്ലി കേരളം ഉൾപ്പെടുന്ന പാരിസ്ഥിതിക മേഖല എന്ന് പറയുന്നത് ഏതാണ്? വെസ്റ്റേൺ ഗട്ട്സ് ആണ്. അപ്പൊ ഈ എക്സ്ക്ലൂസീവ് ആയിട്ട് വെസ്റ്റേൺ ഗട്ട്സ് നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്? ഇപ്പൊ നമ്മൾ UPSC-ക്കൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ പരിസ്ഥിതി ലോല പ്രദേശമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ എക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ വെസ്റ്റേൺ ഗട്ട്സിനെ പറ്റി പഠിക്കും, അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആണ് എന്നുള്ളതൊക്കെ പഠിക്കുമെങ്കിലും KS-ന്റെ സിലബസിൽ എക്സ്ക്ലൂസീവ്ലി നൽകിയിട്ടുണ്ട് വെസ്റ്റേൺ ഗട്ട്സിന്റെ പ്രത്യേകതയെ പറ്റിയും ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയും വെസ്റ്റേൺ ഗട്ട്സിന്റെ ഇഷ്യൂസിനെ പറ്റി നമ്മൾ പഠിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി. ഓക്കെ, അപ്പൊ അത് നമ്മൾ ആ ഒരു തരത്തിൽ കുറച്ചും കൂടെ ഫോക്കസ് കൊടുത്ത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് KS-ന്റെ സിലബസിൽ പരാമർശിക്കുന്നത്. ഓക്കെ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ബയോഡൈവേഴ്സിറ്റി, ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഗ്ലോബൽ വാർമിംഗ്, ഇത്രയും കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള പോർഷനെ നമുക്ക് എൻവയോൺമെന്റൽ ലെജിസ്ലേഷൻസ് വെച്ചിട്ടായിരിക്കാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ. ഓക്കെ, എൻവയോൺമെന്റ് ലെജിസ്ലേഷൻസിന്റെ അകത്ത് അതായത് ഇന്ത്യയിലുള്ള നിയമങ്ങൾ, ഇത്തരത്തിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള നിയമങ്ങൾ, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട്, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്, ബയോഡൈവേഴ്സിറ്റി ആക്ട്, ഇങ്ങനെ ഒരുപാട് ലെജിസ്ലേഷൻസ് ഉണ്ട്. നമ്മൾ ആദ്യം ഈ ലെജിസ്ലേഷൻസ് പഠിക്കുക. അപ്പം നമുക്ക് ഓരോ കാര്യങ്ങൾ ഇതിന്റെ അകത്ത് പഠിക്കുന്നതാണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് പഠിക്കുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ എൻവയോൺമെന്റൽ ലെജിസ്ലേഷൻസും പിന്നെ എൻവയോൺമെന്റൽ കൺവെൻഷൻസും ആണ് ബേസിക് ആയിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ബേസിക് തലത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ എക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടും അറിഞ്ഞിരിക്കണം. അതായത് ബേസിക്കലി നമ്മൾ സ്കൂളിലൊക്കെ സയൻസ് തലത്തിൽ പഠിച്ചത്. ഓക്കെ, ബേസിക് ആയിട്ട് ഡിഫറെന്റ് ഓർഗാനിസംസുമായിട്ട് ബന്ധപ്പെട്ടും ആ ഓർഗാനിസംസ് എങ്ങനെ സർവൈവ് ചെയ്യുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങളും കൂടെ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി ഈ സിലബസിനനുസരിച്ച് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന പുസ്തകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് നമുക്ക് പറയാവുന്നത് NCERT ആണ്. ഓക്കെ, 12th ക്ലാസ്സിലെ ബയോളജി NCERT നിങ്ങൾക്ക് PDF ആണെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. അതിൽ തന്നെ യൂണിറ്റ് 9ഉം യൂണിറ്റ് 10ഉം. ഓക്കെ, യൂണിറ്റ് 9 എന്ന് പറയുന്നത് ഇത്തരത്തിൽ ബയോടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. യൂണിറ്റ് 10 അതിൽ ചാപ്റ്റേഴ്സ് നമുക്ക് 11, 12, 13 ലാസ്റ്റ് ഒരു 3 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. എക്കോളജിയായിട്ട് ബന്ധപ്പെട്ടും എൻവയോൺമെന്റൽ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഓർഗാനിസംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഈ യൂണിറ്റ് 10ൽ പരാമർശിക്കുന്നത്. ആ യൂണിറ്റ് 10ന്റെ അകത്താണ് ഏത് വരുന്നത്? ഇത്തരത്തിൽ ഓരോ യൂണിറ്റിനെയും പല പല ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് റെഫർ ചെയ്യാവുന്ന ഒരു പുസ്തകം എന്ന് പറയുന്നത് NCERT ആണ്. ഇനി അത് കൂടാതെ ഇത്തരത്തിൽ PMF IAS എന്ന് പറയുന്ന
ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പബ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ 2023 ലേറ്റസ്റ്റ് എഡിഷൻ വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 380 പേജസ് ഉള്ള ഒരു ബുക്കാണ്. അപ്പൊ ഇൻ കേസ് ആ പുസ്തകം വേണമെന്നുണ്ടെങ്കിലും, കാര്യം പല പല പുസ്തകങ്ങൾ പലരും സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ സിലബസിനനുസരിച്ച് കുറെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ള ഒരു പുസ്തകം എനിക്ക് രണ്ടാമത് സജസ്റ്റ് ചെയ്യാനുള്ളത് PMF IAS ആണ്. കാര്യം എന്നാലും നമ്മൾ ഈ പറയുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. എന്നാലും ഏതെങ്കിലും പേഴ്സണൽ കോപ്പി ബുക്ക് വായിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടി ഈ ബുക്കുകൾ റെഫർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, പിന്നെ കറണ്ട് അഫയേഴ്സ് ഞാൻ പറഞ്ഞു, നമ്മൾ ഇത്രയും തിയറി കാര്യങ്ങൾ അത് ഏത് സബ്ജക്റ്റിലും അങ്ങനെ തന്നെയാണ് അല്ലെ. ഇപ്പൊ പൊളിറ്റി ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഹിസ്റ്ററിക്ക് പോലും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ വരാം. ഇപ്പൊ ഉദാഹരണം, വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഈ അടുത്തിടയ്ക്ക് ഹൊയ്സാല ടെമ്പിൾസ് ഉൾപ്പെടുത്തി. അപ്പൊ ഹൊയ്സാലയായിട്ട് ബന്ധപ്പെട്ട് മെഡീവൽ ഇന്ത്യയിലെ എന്തെങ്കിലും ഒരു കാര്യം ആർട്ട് ആൻഡ് ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം വരാം. അപ്പൊ അത് പക്ഷേ കറണ്ട് അഫയേഴ്സിൽ വരുമ്പോഴാണ് അത് ചോദ്യമായിട്ട് വരാൻ സാധ്യത കൂടുതൽ. അപ്പൊ അത്തരത്തിൽ എൻവയോൺമെന്റ് എക്കോളജിയിൽ നമുക്ക് നിരവധി ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, എക്സാം പോയിന്റ് ഓഫ് വ്യൂ പ്രതീക്ഷിക്കാം. ഓക്കെ, അത് കറണ്ട് അഫയേഴ്സിൽ വരുമ്പോൾ. അപ്പൊ അതാണ് ഓരോ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, ഇനി ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഫുൾ ഓറിയന്റേഷൻ ഞാൻ നൽകാം. ആ ഓറിയന്റേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ജസ്റ്റ് ആദ്യം ഈ ഒരു സബ്ജക്റ്റിന്റെ ഒരു ഫീല് കിട്ടാനായിട്ട്. ഓക്കെ, നിങ്ങൾ എല്ലാവരും ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ കൃത്യമായിട്ട് ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഓറിയന്റേഷൻ നൽകുന്നതായിരിക്കും. പ്രീവിയസ് ഇയർ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ അതിലൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ ജനറലി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സെഷനിൽ ആ ടോപ്പിക്കിന്റെ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അപ്പൊ ഇന്ന് നമുക്കൊരു ജസ്റ്റ് ഒരു ചെറിയ ടോപ്പിക് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ആ ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിന്റെ ഫീല് കിട്ടും. അതിനുശേഷം നമുക്ക് ഓക്കെ കൃത്യമായിട്ട് ഇതിന്റെ സിലബസിന്റെ അകത്ത് പറയുന്ന അനുസരിച്ച് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, പ്രിലിംസിന്റെയും മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ ലെജിസ്ലേഷൻസ് ആണ്. ഓക്കെ, ഇതിന്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എൻവയോൺമെന്റൽ ലെജിസ്ലേഷന്റെ അകത്ത് തന്നെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. ഒരുപാട് ലെജിസ്ലേഷൻസ് ഉണ്ട്. അപ്പൊ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ജസ്റ്റ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ജസ്റ്റ് സബ്ജക്റ്റിലേക്ക് ഒന്ന് കടക്കുകയാണ്. അതിനുശേഷം നമുക്ക് കൃത്യമായിട്ട് ഇതിലെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും പ്രിലിംസിന്റെ മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ ഇതിനെ എങ്ങനെ നമ്മൾ അഭിമുഖീകരിക്കണം എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ന് ഈ ഒരു സബ്ജക്റ്റിന്റെ ഫീല് ഒന്ന് നിങ്ങൾക്ക് എത്രത്തോളം കിട്ടുന്നു എന്നുള്ളത് അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്കിലേക്ക് ഡയറക്റ്റ് ക്രാഷ് ലാൻഡ് ചെയ്യുവാണ്. ഓക്കെ, ശരി. ഇനി എൻവയോൺമെന്റൽ ലെജിസ്ലേഷൻസിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. 1972 1972 വന്നിട്ടുള്ള വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അഥവാ വന്യജീവി സംരക്ഷണ നിയമം. ഓക്കെ, ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യയിൽ ഒരുപാട് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഉണ്ട്. ഇത്തരത്തിൽ ഡിഫറെന്റ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് വരുന്നതും അല്ലെങ്കിൽ ഈ വൈൽഡ് ലൈഫ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡിഫറെന്റ് അതോറിറ്റീസിനെയും ഒക്കെ ബേസിക്കലി അത്തരത്തിൽ നിരവധി അതോറിറ്റീസ് ഒക്കെ വന്നത് ഈ ഒരു ആക്ട് പ്രകാരമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള സിലബസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പൊ ബേസിക്കലി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിനകത്ത് എന്താണ് പറയുന്നത്? ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ആനിമൽസ്, ബേർഡ്സ് ആൻഡ് പ്ലാന്റ്സ് ഫോർ എൻഷുറിംഗ് ദ എക്കോളജിക്കൽ ആൻഡ് എൻവയോൺമെന്റൽ സെക്യൂരിറ്റി ഓഫ് ദ കൺട്രി. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ എക്കോളജിക്കൽ എൻവയോൺമെന്റലായ സെക്യൂരിറ്റിയും നമ്മുടെ വളരെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് വൈൽഡ് ആനിമൽസിനെയും ബേർഡ്സിനെയും പ്ലാന്റ്സിനെയും എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം, അതിനുള്ള ഒരു ഫണ്ടമെന്റൽ എന്താണ് ലീഗൽ മെഷർ ആണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. നമുക്കറിയാം എങ്ങനെയാണ് ഇന്ത്യയിൽ നിയമം ഉണ്ടാകുന്നത്. പാർലമെന്റിൽ ബില്ലായിട്ട് ലോക്സഭയിലോ രാജ്യസഭയിലോ അവതരിപ്പിക്കുന്നത്, രണ്ട് ഹൗസിലും ഡിസ്കഷൻ നടന്ന് പാസ്സായതിനു ശേഷം അത് പ്രസിഡന്റ് അസന്റ് കൊടുക്കുമ്പോഴാണ് നിയമമായിട്ട് മാറുന്നത്. അപ്പൊ അത്തരത്തിൽ 1972 നിയമമായിട്ട് വന്നതാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. ഓക്കെ, അപ്പൊ ഇതിൽ ജസ്റ്റ് ഇതിന്റെ ഒരു സമ്മറിയാണ് ആദ്യം ഞാൻ പറഞ്ഞത്. മേജർ ഔട്ട്കം, ഈ ഒരു ആക്ട് പ്രകാരം വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഔട്ട്കംസ് എന്തൊക്കെയെന്നുള്ളത്. ഒന്ന്, കുറെ പ്രൊട്ടക്റ്റഡ് ഏരിയാസ്, നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറി, കൺസർവേഷൻ റിസർവ്, കമ്മ്യൂണിറ്റി റിസർവ്, ടൈഗർ റിസർവ് തുടങ്ങിയ ഈ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് എല്ലാം വന്നിരിക്കുന്നത് ഈ ഒരു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമാണ്.
അടുത്തത് പറയാവുന്നത് മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പൊ അതായത് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, ഒരു നിയമപ്രകാരം വരുന്ന അല്ലെങ്കിൽ ഒരു നിയമം അധികാരപ്പെടുത്തിയിട്ട് വരുന്ന അതോറിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. ഉദാഹരണം, പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് ആര് വന്നിട്ടുള്ളത്, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വന്നിട്ടുള്ളത്. അപ്പൊ അതിനെ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയും. ഓക്കെ, അപ്പൊ സ്റ്റാറ്റ്യൂട്ട് ആണ് ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം വന്നിട്ടുള്ള ചില അതോറിറ്റീസ് ഉണ്ട്. നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ്, സ്റ്റേറ്റ് ബോർഡ് ഫോർ വൈൽഡ് ലൈഫ്, സെൻട്രൽ സൂ അതോറിറ്റി, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി, വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ. ഇത്തരത്തിലുള്ള അതോറിറ്റീസ് ഒക്കെ ഏത് ആക്ട് പ്രകാരം വന്നിട്ടുള്ളതാണ്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം വന്നിട്ടുള്ളതാണ്. ഇനി ചില മേജർ ആയിട്ടുള്ള ഓഫീസ് ബെയറേഴ്സ് ഉണ്ട്. ഉദാഹരണം, ഡയറക്ടർ ഓഫ് വൈൽഡ് ലൈഫ് പ്രിസർവേഷൻ, സെൻട്രൽ ഗവൺമെന്റിന്റെ അപ്പോയിന്റ് ചെയ്യുന്ന ഏറ്റവും ഉയർന്ന തസ്തികയിലുള്ള ഒരു പോസ്റ്റ് ആണ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ഡയറക്ടർ ഓഫ് വൈൽഡ് ലൈഫ് പ്രിസർവേഷൻ. മിക്കവാറും ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിലെ ഉദ്യോഗസ്ഥരായിരിക്കും. പിന്നീട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ, സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന സ്റ്റേറ്റിലെ ഉയർന്ന ഒരു വൈൽഡ് ലൈഫ് ഉദ്യോഗസ്ഥനാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവരെ രണ്ടുപേരെയും ആര് അപ്പോയിന്റ് ചെയ്യണം, അവരുടെ അധികാരങ്ങളെ പറ്റിയും ഏത് ആക്ടിൽ പരാമർശിക്കുന്നുണ്ട്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ പരാമർശിക്കുന്നു. പിന്നെ ഒരു 6 ഷെഡ്യൂളുകളെ പറ്റി, ഓക്കെ, പ്ലാന്റ്സിനെയും ആനിമൽസിനെയും പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു 6 ഷെഡ്യൂളുകളെ പറ്റിയും ഏത് ആക്ടിൽ പരാമർശിക്കുന്നുണ്ട്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 പരാമർശിക്കുന്നുണ്ട്. അപ്പൊ ബേസിക്കലി ഈ ഒരു ആക്ട് നിങ്ങൾക്ക് അതിന്റെ ഇപ്പൊ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത ഒറിജിനൽ ഡോക്യുമെന്റ് വേറെ ആക്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അത് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അകത്ത് തന്നെ ഈ അടുത്തിടയ്ക്ക് റീസെന്റ് ആയിട്ട് അമെന്റ്മെന്റ്, ഭേദഗതി നടന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് ആ ഭേദഗതിയിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ആദ്യം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്താണ്, അതിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഔട്ട്കംസ്, ഈ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. അപ്പൊ ഇത്തരത്തിൽ ഓരോ ലെജിസ്ലേഷൻസും നമുക്ക് പഠിക്കാനുണ്ട്. ഈ ലെജിസ്ലേഷൻസ് പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഒരു ഐഡിയ കിട്ടും, എന്തൊക്കെ കാര്യങ്ങൾ എവിടെ നിന്നൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നുള്ള ഒരു ബേസിക് ഐഡിയ കിട്ടും. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെജിസ്ലേഷൻ ആണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1970. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ശരി. ഇനി ഓരോരോ അതോറിറ്റിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ, എന്തുകൊണ്ടാണ് ഈ ഒരു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വന്നത് എന്നുള്ളത്. ഓക്കെ, സ്വാഭാവികമായിട്ടും നമ്മൾ ഫോറസ്റ്റ് നമ്മുടെ വൈൽഡ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് 12 ഷെഡ്യൂളുകൾ ഉള്ളതായിട്ട് പഠിക്കും. അപ്പൊ അതിൽ 7ാമത്തെ ഷെഡ്യൂളിലാണ് എന്തൊക്കെ കാര്യങ്ങൾ യൂണിയന്റെ അധികാരത്തിൽ വരുന്നു, യൂണിയൻ ലിസ്റ്റിൽ വരുന്നു, എന്തൊക്കെ സ്റ്റേറ്റിന്റെ അധികാരത്തിൽ വരുന്നു, സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നു, ഇവർക്ക് രണ്ടുപേർക്കും അധികാരമുള്ളത് എന്തൊക്കെയാണ്, കൺകറന്റ് ലിസ്റ്റിൽ വരുന്നു. അപ്പൊ അത്തരത്തിൽ ഈ വൈൽഡ് ലൈഫും ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏത് ലിസ്റ്റിലാണ് വരുന്നത്, കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതായത് യൂണിയനും സ്റ്റേറ്റിനും ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തുണ്ടാക്കാം, നിയമം ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ 42ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് 1976 പ്രകാരമാണ് ഈ ഫോറസ്റ്റും പ്രൊട്ടക്ഷനും വൈൽഡ് ലൈഫും ഒക്കെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. അതിനു മുമ്പ് അത് സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഒരു ചേഞ്ച് വന്നിരുന്നു എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ നിലവില് യൂണിയനും സ്റ്റേറ്റിനും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിയമം ഉണ്ടാക്കാം. പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾസിലേക്ക് പോകും. ഓക്കെ, 48A-യും 51A-യും, അതായത് 48A-യും 51A-യും എന്ന് പറയുന്നത് എന്തിന് വരുന്നതാണ്, 48A എന്ന് പറയുന്നത് DPSPയുടെ ഭാഗമായിട്ട് വരുന്നതാണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ അകത്ത് വരുന്നതാണ്. 51A എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. അപ്പൊ ഈ രണ്ടിടത്തും എന്ത് പരാമർശിക്കുന്നുണ്ട്, ഇപ്പൊ 1976-ലെ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭരണഘടനാ ഭേദഗതിയിലാണ് സ്റ്റേറ്റിന് എൻവയോൺമെന്റും വൈൽഡ് ലൈഫും ഫോറസ്റ്റും പ്രൊട്ടക്ട് ചെയ്യാൻ അവകാശമുണ്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റ് പ്രൊട്ടക്ട് ചെയ്യണം എന്ന ഒരു നിർദ്ദേശക തത്വത്തിൽ പറയുന്നത് ഏതാണ്, ആർട്ടിക്കിൾ 48A. അപ്പൊ ഇതൊക്കെ പ്രകാരമാണ് പിന്നീട് ഗവൺമെന്റ് ഈ ഒരു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിലും പരാമർശിക്കുന്നുണ്ട്, എന്താണ്, പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദ നാച്ചുറൽ എൻവയോൺമെന്റ് ഇൻക്ലൂഡിംഗ് റിവേഴ്സ്, ഫോറസ്റ്റ്, ലേക്സ് ആൻഡ് വൈൽഡ് ലൈഫ് ആൻഡ് ഹാവ് കമ്പാഷൻ ഫോർ ലിവിംഗ് ക്രീച്ചേഴ്സ്. അതായത് ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, ഓരോ സിറ്റിസണും ഉള്ള അവർ ചെയ്യേണ്ട കടമയാണ് അല്ലെ. അപ്പൊ അത്തരത്തിൽ നമ്മുടെ ഒരു കടമയാണ് ആ നാച്ചുറൽ എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, റിവേഴ്സും ഫോറസ്റ്റും ലേക്സും വൈൽഡ് ലൈഫും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളത്.
അപ്പൊ ഇത്തരത്തിൽ ബേസിക്കലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഫണ്ടമെന്റൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഈ ഒരു വൈൽഡ് ലൈഫും ഫോറസ്റ്റ് കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി. അപ്പൊ ഇത് പ്രകാരമാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം എന്ത് പ്രകാരമാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വന്നിട്ടുള്ളത്, മേജർ ആയിട്ടുള്ള ജസ്റ്റ് ഔട്ട്കംസ് എന്താണ് എന്നുള്ള ഒരു സമ്മറി നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ പ്രൊവിഷൻസിലേക്ക് കടക്കുകയാണ്. ഓക്കെ, ആദ്യം പറയാനുള്ളത് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, ഡിഫറെന്റ് അതോറിറ്റീസ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം വന്നിട്ടുള്ളത് ഏതൊക്കെ എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ ബോഡി എന്ന് പറയുന്നത് നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ്, NBWL എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതില് ഈ ഒരു ആക്ടിൽ പരാമർശിക്കുന്ന സെൻട്രൽ ഗവൺമെന്റ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് വിത്ത് പ്രൈം മിനിസ്റ്റർ ആസ് ചെയർപേഴ്സൺ, MOUCC മിനിസ്റ്റർ ആസ് വൈസ് ചെയർപേഴ്സൺ, പിന്നെ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് എക്സെട്ര to promote the conservation and development of wildlife and forest. അപ്പം ആക്ടിന്റെ അകത്ത് പരാമർശിക്കുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ചെയർപേഴ്സൺ ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യണം, ഒരു നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വൈൽഡ് ലൈഫിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു പ്രത്യേക നാഷണൽ അതോറിറ്റി ബോർഡ് കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. MOUCC എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പൊ ഫോറസ്റ്റിനെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ മിനിസ്ട്രിയുടെ പേരാണ് നമ്മൾ MOEFCC എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മിനിസ്റ്റർ വൈസ് ചെയർപേഴ്സൺ ആയിരിക്കണം. അത് കൂടാതെ തന്നെ പാർലമെന്റിലെ റെപ്രസെന്റേറ്റീവ്സ്, ഓക്കെ, അവരും ഈ ഒരു കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ഈ ഒരു നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫിൽ ഭാഗമായിരിക്കണം. ഇവരെ എല്ലാരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരു അംബ്രല്ല ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് ഏതിൽ പരാമർശിക്കുന്നുണ്ട്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ പരാമർശിക്കുന്നു. അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റിലും സ്റ്റേറ്റ് ബോർഡ് ഫോർ വൈൽഡ് ലൈഫും വേണം എന്ന് പറയുന്നു. കേന്ദ്രത്തിൽ ഉള്ളതുപോലെ തന്നെ നാഷണൽ ലെവലിൽ ഉള്ളതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റിലും സ്റ്റേറ്റ് ലെവലിലും വേണം. അപ്പൊ അത്തരത്തിൽ സ്റ്റേറ്റിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത നാഷണൽ സ്റ്റേറ്റ് ബോർഡ് ഫോർ വൈൽഡ് ലൈഫിൽ അതാത് സംസ്ഥാനങ്ങളുടെ CM ആയിരിക്കും ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത്. അവിടുത്തെ കൺസേൺഡ് മിനിസ്ട്രിയുടെ മിനിസ്റ്റർ ആണ് വൈസ് ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത്. സ്റ്റേറ്റിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പേഴ്സും അതിന്റെ ഭാഗമായിട്ട് വരും. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ആദ്യം പരാമർശിക്കുന്ന ഒരു കാര്യം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബോഡി, ഇത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഇനി അങ്ങോട്ട് ഓരോ പ്രൊട്ടക്റ്റഡ് ഏരിയ പറയുമ്പോഴും ഈ ഒരു ബോഡി കയറി വരും. ഓക്കെ, അപ്പൊ ഇവരാണ് ഇത്തരത്തിൽ ഈ വൈൽഡ് ലൈഫ് കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് ഫങ്ഷൻസ് എന്തൊക്കെയാണ്, വൈൽഡ് ലൈഫ് കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട പോളിസി ഫ്രെയിംവർക്ക് ചെയ്യുക, പ്രൊട്ടക്റ്റഡ് ഏരിയാസ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള റെക്കമെൻഡേഷൻസ് കൊടുക്കുക, വൈൽഡ് ലൈഫ് ഇമ്പാക്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അസസ് ചെയ്യുക. അതായത് ഇത്തരത്തിൽ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കത് എങ്ങനെ കുറയ്ക്കാം, വൈൽഡ് ലൈഫിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫും തത്തുല്യമായിട്ട് ഓരോ സംസ്ഥാനങ്ങളിലുള്ള സ്റ്റേറ്റ് ബോർഡ് ഫോർ വൈൽഡ് ലൈഫ്. അപ്പൊ ഞാനിത് ഫങ്ഷൻസ് ഒരുമിച്ച് കൊടുത്തു എന്നേ ഉള്ളൂ, രണ്ടും സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ്. ഫങ്ഷൻ ഓൾമോസ്റ്റ് സെയിം ആണ്. ഇതിൽ നാഷണൽ ബോഡി എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ലെവലിൽ ചെയ്യുന്നു, സ്റ്റേറ്റ് ബോഡി എന്ന് പറയുന്നത് ഓരോ സ്റ്റേറ്റ് ലെവലിൽ ചെയ്യുന്നു എന്ന ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ബേസിക് ആയിട്ട് ഫംഗ്ഷൻ എന്താണ്, സെയിം ആണ്. അതുകൊണ്ടാണ് ഫങ്ഷൻസ് ഞാൻ ഒരുമിച്ച് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇവർ രണ്ടുപേരും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ബോഡീസ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഇപ്പൊ ചോദ്യം വരുവാണ്, നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. അത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 പ്രകാരമാണ് വന്നത്. അപ്പൊ ഇത്തരത്തിൽ ഇതൊരു ചിലപ്പോൾ ഒരു പക്ഷേ ഇറ്റ് ഈസ് ആൻ എക്സിക്യൂട്ടീവ് ബോഡി അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്നൊക്കെ വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് തരാം. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. WPA അഥവാ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 പ്രകാരമാണ് ഈ ബോഡി വന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫിനെയും സ്റ്റേറ്റ് ബോർഡ് ഫോർ വൈൽഡ് ലൈഫിനെയും പറ്റി പറയാനുള്ളത്. നമ്മുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം വന്നിട്ടുള്ള ആദ്യത്തെ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഈ ആക്ടിന്റെ അകത്ത് പരാമർശിച്ചിരുന്നു. ഇത് പ്രകാരം പിന്നീട് സെൻട്രൽ ഗവൺമെന്റുകളും സംസ്ഥാന ഗവൺമെന്റുകളും ഈ ബോഡിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാവുന്ന കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പ്രൊട്ടക്റ്റഡ് ഏരിയ. ഓക്കെ, അപ്പൊ ആക്ടിൽ പറയുന്നത് വൈൽഡ് ലൈഫ് സാങ്ച്വറിയെ പറ്റി, സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് എനി ഏരിയ അതർ ദാൻ റിസർവ് ഫോറസ്റ്റ് അല്ലെങ്കിൽ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്തായിട്ട് പ്രഖ്യാപിക്കാം, വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് പ്രഖ്യാപിക്കാം. If it considers such area is of adequate ecological, faunal, floral, geomorphological, natural or zoological significance.
ഓക്കെ, അപ്പൊ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ് അല്ലെ, വൈൽഡ് ലൈഫ് സാങ്ച്വറി, നാഷണൽ പാർക്ക്. ഇപ്പൊ എന്താണ് വൈൽഡ് ലൈഫ് സാങ്ച്വറി? ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും അറിയാത്തത്. അപ്പം ആക്ടിന്റെ അകത്ത്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ എന്താണ് പറയുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക്, സംസ്ഥാന ഗവൺമെന്റുകൾക്ക് റിസർവ് ഫോറസ്റ്റ് അല്ലാത്തതും ടെറിട്ടോറിയൽ വാട്ടേഴ്സ് അല്ലാത്തതുമായിട്ടുള്ള സ്ഥലങ്ങളെ എന്തായിട്ട് പ്രഖ്യാപിക്കാം? വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് പ്രഖ്യാപിക്കാം. എന്തിനു വേണ്ടി? അവിടെ ഉള്ള ഫോണൽ ഫ്ലോറൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഹോസ്റ്റൈൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനെയും ആനിമൽ സ്പീഷീസിനെയും നാച്ചുറൽ ആയിട്ടുള്ള എൻവയോൺമെന്റിനെയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി. ഇപ്പൊ ഇവിടെ ഒന്ന് രണ്ട് വാക്കുകളും കൂടെ വരുന്നുണ്ട് അല്ലെ, റിസർവ് ഫോറസ്റ്റ്, ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. ഇപ്പൊ എന്താണ് റിസർവ് ഫോറസ്റ്റ്? ഇനി നമ്മൾ ഇനി അങ്ങോട്ട് വരുമ്പോൾ പഠിക്കുന്ന മറ്റൊരു ആക്ട് ഉണ്ട്, ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927. ഓക്കെ, അപ്പൊ അതിൽ ആണ് ഈ റിസർവ് ഫോറസ്റ്റിന്റെ ഡെഫിനിഷൻ പറയുന്നത്. അത് ഇത്രയേ ഉള്ളൂ, ചില ഫോറസ്റ്റിന്റെ മേഖലകൾ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് പ്രത്യേകം റിസർവ് ചെയ്യാം പ്രൊട്ടക്ഷന് വേണ്ടി. ഓക്കെ, അങ്ങനെ സംസ്ഥാനങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ചില പ്രത്യേക ഫോറസ്റ്റുകളെയാണ് റിസർവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഇനി അങ്ങോട്ട് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927 പഠിക്കുമ്പോൾ പറയാം. ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ ലാൻഡ് ബോർഡർ അല്ലെ, അപ്പൊ അതുപോലെ തന്നെ ഇന്ത്യക്ക് ഇപ്പം ഒരു ഓൾമോസ്റ്റ് 7500 കിലോമീറ്റർ ലോങ് ആയിട്ടുള്ള കോസ്റ്റ് ലൈൻ ഉണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഈ ഒരു കോസ്റ്റൽ ഏരിയയിൽ നമ്മൾ നെയ്ബറിംഗ് കൺട്രീസുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മുടെ കടൽ അതിർത്തി നമ്മൾ എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് UN ക്ലോസ് അല്ലെങ്കിൽ UN കൺവെൻഷൻ ഓൺ ലോ ഓഫ് സീ അനുസരിച്ച് ഡിഫറൻഷിയേഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഒരു 12 നോട്ടിക്കൽ മൈൽസ്, കരയിൽ നിന്ന് ഒരു 12 നോട്ടിക്കൽ മൈൽസ് വരെയുള്ള ദൂരത്തെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്നാണ് വിളിക്കുക. അതിനുശേഷം കണ്ടിഗ്യൂസ് സോൺ, പിന്നീട് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ, ഇങ്ങനെ പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇതിലെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കര അതിർത്തി പോലെ തന്നെ ഏറ്റവും സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമ്മുടെ കരയോട് ചേർന്നുള്ള ഒരു 12 നോട്ടിക്കൽ മൈൽ ദൂരമാണ്. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസിൽ ഫോറിൻ ഷിപ്പുകൾക്ക് കടന്നു പോകാനാണെങ്കിൽ ഇന്ത്യയുടെ പെർമിഷൻ വേണം. ഓക്കെ, അല്ലെങ്കിൽ അവിടെ ഉള്ള റിസോഴ്സസ് ഇൻക്ലൂഡിങ് പിന്നെ നമ്മുടെ കടലിലുള്ള റിസോഴ്സസും കാര്യങ്ങളൊക്കെ വേറെ ആർക്കും യൂട്ടിലൈസ് ചെയ്യാനും പറ്റില്ല. അത് നമ്മുടെ സ്വന്തമാണ്. അപ്പൊ അത്തരത്തിലുള്ള നമ്മുടെ ഒരു എന്താണ് മാരിടൈം ആയിട്ടുള്ള ബോർഡറിനെയാണ് നമ്മൾ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് നമുക്ക് വിളിക്കാവും. ഓക്കെ, അപ്പം ഇതിൽ പറയുന്നത് എന്താണ്? ആക്ടിനകത്ത് പറയുന്നത് ഇത്തരത്തിൽ റിസർവ് ഫോറസ്റ്റോ ടെറിട്ടോറിയൽ വാട്ടറോ ഒന്നും അല്ലാത്ത മറ്റൊരു സ്ഥലം അഡിക്വേറ്റ് ആണ്, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അഡിക്വേറ്റ് ആണ് എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് പ്രഖ്യാപിക്കാം. ഇനി ടെറിട്ടോറിയൽ വാട്ടർ ഉള്ള ഏതെങ്കിലും ഒരു സ്ഥലം പ്രഖ്യാപിക്കേണ്ടതായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് ആരുടെ അനുമതിയോട് കൂടിയേ പറ്റത്തുള്ളൂ? സെൻട്രൽ ഗവൺമെന്റിന്റെ അനുമതിയോട് കൂടിയേ പറ്റത്തുള്ളൂ. ഇനി അടുത്തൊരു പോയിന്റ് ഞാനിത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇത് ഇനി അങ്ങോട്ട് വരുമ്പോൾ ഉള്ള എല്ലാ പ്രൊട്ടക്റ്റഡ് ഏരിയയുടെ കേസിലും ഇത് കോമൺ ആയിട്ട് ആപ്ലിക്കബിൾ ആണ്. അതായത് വൺസ് ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ ബൗണ്ടറീസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അത് ആരുടെ അനുമതി കൂടിയേ പറ്റത്തുള്ളൂ? നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ്. നമ്മൾ മുമ്പ് കണ്ടു NBWA. അപ്പൊ ഇത്തരത്തിൽ വൺസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ പ്രൊട്ടക്റ്റഡ് ഏരിയസിനകത്തൊക്കെ ചേഞ്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫിന്റെ, അത് വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിക്കോട്ടെ, ടൈഗർ റിസർവ് ആയിക്കോട്ടെ, നാഷണൽ പാർക്ക് ആയിക്കോട്ടെ, എല്ലാത്തിനും കോമൺ ആണ്. നമ്മൾ ഇനി അങ്ങോട്ട് വരുമ്പോൾ ഇത് പറയും. ഓക്കെ, പിന്നെ ഇത്തരത്തിൽ സംസ്ഥാന ഗവൺമെന്റുകൾ പ്രഖ്യാപിച്ച വൈൽഡ് ലൈഫ് സാങ്ച്വറി ആരായിരിക്കും മോണിറ്റർ ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത്? അതാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരുകൾ അപ്പോയിന്റ് ചെയ്യുന്ന ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിലൊക്കെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരിക്കും. അപ്പൊ അദ്ദേഹമായിരിക്കും ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്താണ് എന്നുള്ള ഒരു ബേസിക് ഐഡിയ. ഇപ്പൊ നമുക്കാണെങ്കിൽ ഈ കേരളത്തിലാണെങ്കിൽ പോലും നാഷണൽ പാർക്ക്, സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇടുക്കി ഒക്കെ വൈൽഡ് ലൈഫ് സാങ്ച്വറിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇടുക്കിയിലും വയനാട്ടിലൊക്കെ വൈൽഡ് ലൈഫ് സാങ്ച്വറികളുണ്ട് അല്ലെ. നമുക്ക് പിന്നെ ഇത്തരത്തിൽ ചെന്തുരുണി ഒക്കെ വരുന്നുണ്ട്. ഇവിടെ എല്ലാം വരുന്നുണ്ട്. അപ്പൊ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓൾമോസ്റ്റ് ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ഇതിനകത്ത് ആക്ടിന്റെ അകത്ത് പറയുന്നത് സംസ്ഥാന സർക്കാരുകൾക്ക് തന്നെ പ്രഖ്യാപിക്കാം. പിന്നെ എന്താണ് ഇത് നാഷണൽ പാർക്ക് എന്നുള്ള വ്യത്യാസം എന്നുള്ളത് നമുക്ക് ഇനി അങ്ങോട്ട് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ ബേസിക്കലി എന്താണ് വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നാഷണൽ പാർക്കിലേക്ക് വരുമ്പോൾ എന്താണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പറയുന്നത്? സംസ്ഥാന സർക്കാരുകൾക്ക് തന്നെ, സ്റ്റേറ്റ് ഗവൺമെന്റിന് തന്നെ എന്തും പ്രഖ്യാപിക്കാം, നാഷണൽ പാർക്കും പ്രഖ്യാപിക്കാം വിത്തിൻ എ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഓർ അതർ റീജിയൻ. അതുകൊണ്ടാണ് നിങ്ങൾ പെരിയാറൊക്കെ തന്നെ നാഷണൽ പാർക്കായിട്ട് വൈൽഡ് ലൈഫ് സാങ്ച്വറി, അങ്ങനെ ഒരേ പ്രൊട്ടക്റ്റഡ് ഏരിയ ഇത് നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ടും വായിക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ
ഭാഗമായിട്ട് തന്നെ നാഷണൽ പാർക്കിനെയും പ്രഖ്യാപിക്കാം. അത്യാവശ്യമായിട്ട് ബേസ്ഡ് ഓൺ സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീസ് അനുസരിച്ച്. ഓക്കെ, if it considers it is adequate for ecological fauna ഫ്ലോറൽ സിഗ്നിഫിക്കൻസ് ആണെങ്കിൽ സംസ്ഥാന സർക്കാരിന് തന്നെയാണ് നാഷണൽ പാർക്ക് പ്രഖ്യാപിക്കേണ്ടത് എന്നാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ പറയുന്നത്. ഓക്കെ, ഇനി അത്തരത്തിൽ പ്രഖ്യാപിക്കുന്ന വൈൽഡ് ലൈഫ് സാങ്ച്വറി നാഷണൽ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട അതോറിറ്റി അല്ലെ റൈറ്റ്സ് ഒക്കെ സംസ്ഥാന സർക്കാരുകൾക്കായിരിക്കും. വൺസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ നാഷണൽ പാർക്ക് ആണെങ്കിലും അതിൽ പിന്നീട് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ നാഷണൽ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു NBWA നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫിന്റെ അനുമതി ഉണ്ടായേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിക്കുന്ന നാഷണൽ പാർക്കുകളെ ആണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഇത് ആണെങ്കിലും മോണിറ്ററും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി നാഷണൽ പാർക്ക് എന്ന് പറയുമ്പോൾ പേര് സൂചിപ്പിക്കുന്ന ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. വൈൽഡ് ലൈഫ് സാങ്ച്വറി നാഷണൽ ഒരെണ്ണത്തെ ഇന്ത്യയുടെ മൊത്തത്തിൽ നാഷണൽ ലെവലിൽ പ്രഖ്യാപിക്കുകയാണ്. ആ നാഷണൽ പാർക്കിന്റെ ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൽഡ് ലൈഫ് സാങ്ച്വറിയെക്കാളും കുറച്ചും കൂടെ അവിടെ എന്താണ് റെസ്ട്രിക്ഷൻസ് വരും, അല്ലെങ്കിൽ ആനിമൽസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടെ പ്രൊവിഷൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ സ്ട്രിക്റ്റർ ആയിട്ടുള്ള പോളിസീസ് ഉണ്ടാവും. നാഷണൽ പാർക്കിന്റെ അകത്ത് ഗ്രേസിംഗും കാര്യങ്ങളും ഒന്നും അലൗ ചെയ്യത്തില്ല. ഓക്കെ, കുറച്ചും കൂടെ പ്രൊട്ടക്ഷൻ വരുന്നതാണ് നാഷണൽ പാർക്ക്. അപ്പൊ ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, ഈ ആക്ടിന്റെ അകത്ത് തന്നെ പരാമർശിക്കുന്നുണ്ട്. ഓക്കെ, when state government leases or transfers any area under its control to center not within any wildlife sanctuary, central government may declare such area as national park using notification. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സെപ്ഷൻ ആണ്. നമ്മൾ പറഞ്ഞു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണെങ്കിലും നാഷണൽ പാർക്ക് ആണെങ്കിലും പ്രഖ്യാപിക്കാൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ പരാമർശിക്കുന്ന ആർക്കാണ്? സംസ്ഥാന സർക്കാരുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് പ്രഖ്യാപിക്കാം ആണ്. എന്നാൽ ഈ ആക്ടിന്റെ പിന്നെ അങ്ങോട്ട് വരുമ്പോൾ എക്സെപ്ഷണൽ ആയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ഇൻ കേസ് സംസ്ഥാനത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലം സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ലീസിന് കൊടുത്തു അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, അപ്പൊ അത് ആരുടെ അധികാര പരിധിയിൽ വരുന്നതായിരിക്കും? കേന്ദ്ര ഗവൺമെന്റ്. അത്തരം കേസുകളിൽ ആർക്ക് പ്രഖ്യാപിക്കാം വൈൽഡ് ലൈഫ് സാങ്ച്വറി അല്ലെങ്കിൽ നാഷണൽ പാർക്ക്? സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, അപ്പൊ അതായത് നോർമലി സംസ്ഥാന സർക്കാരുകളാണ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ പോലും ഇത്തരത്തിലുള്ള എക്സെപ്ഷണൽ കേസുകളിൽ സെൻട്രൽ ഗവൺമെന്റിനും എന്ത് പ്രഖ്യാപിക്കാം? നാഷണൽ പാർക്ക് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി പ്രഖ്യാപിക്കാം. ഇനി സെൻട്രൽ ഗവൺമെന്റ് ആണ് അത്തരത്തിൽ ഈ പ്രൊട്ടക്റ്റഡ് ഏരിയ പ്രഖ്യാപിക്കുന്നത് എന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ഡയറക്ടർ ഓഫ് വൈൽഡ് ലൈഫ് ആയിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുന്നത്. നോർമലി സംസ്ഥാന സർക്കാരുകളുടെ കീഴിലുള്ള ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ആയിരിക്കും ഇഫ് സ്റ്റേറ്റ്സ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ. എന്നാൽ സെൻട്രൽ ഗവൺമെന്റ് ആണ് പ്രഖ്യാപിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡയറക്ടർ ഓഫ് വൈൽഡ് ലൈഫ് ആയിരിക്കും അത് മോണിറ്റർ ചെയ്യുക. ആ ഒരു ഡിഫറൻസ് നമ്മളൊന്ന് മനസ്സിലാക്കും. ഓക്കെ, അപ്പൊ വൈൽഡ് ലൈഫ് സാങ്ച്വറി, നാഷണൽ പാർക്ക്. ഓക്കെ, ഇനി നമുക്ക് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ബേസിക്കലി ഒന്ന് ഇത്തരത്തിൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഈ ഒരു നമ്മുടെ ഈ ഒരു ടേബിൾ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, നാഷണൽ പാർക്കും വൈൽഡ് ലൈഫും തമ്മിലുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറി തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഞാൻ പറഞ്ഞു സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രഖ്യാപിക്കാം, ചില എക്സെപ്ഷണൽ കേസിൽ സെൻട്രൽ ഗവൺമെന്റ് പ്രഖ്യാപിക്കാം. നാഷണൽ പാർക്കും സ്റ്റേറ്റ് ഗവൺമെന്റ് അഥവാ സെൻട്രൽ ഗവൺമെന്റ് പ്രഖ്യാപിക്കാം. അത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്, രണ്ടുപേർക്കും പ്രഖ്യാപിക്കാം. ഓക്കെ, ഇപ്പൊ നാഷണൽ പാർക്കിന് കുറച്ചും കൂടെ റെസ്ട്രിക്ഷൻസും വരും, കുറച്ചും കൂടെ പ്രൊട്ടക്ഷൻ ഉണ്ട്, കൃത്യമായി ബൗണ്ടറി ഒക്കെ ഫിക്സ് ചെയ്ത് ഡിഫൈൻ ചെയ്തിരിക്കും. എന്നാൽ വൈൽഡ് ലൈഫ് സാങ്ച്വറിക്ക് അങ്ങനെ കൃത്യമായി ഫിക്സ് ചെയ്യണമെന്നില്ല. ഓക്കെ, ഒരു പർട്ടിക്കുലർ പ്ലാന്റ് സ്പീഷീസ് അല്ലെങ്കിൽ ആനിമൽ സ്പീഷീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും വൈൽഡ് ലൈഫ് സാങ്ച്വറി വരുന്നത്. ഓക്കെ, ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഒക്കെ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ അകത്ത് അലൗ ചെയ്തിട്ടുണ്ടാവും. എന്നാൽ നാഷണൽ പാർക്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രേസിംഗ് ഒന്നും അലൗ ചെയ്തിട്ടില്ല. അത്തരത്തിൽ കുറച്ചും കൂടെ സ്ട്രിക്റ്റർ ആയിട്ടുള്ള പ്രൊവിഷൻസ് ആണ് വരിക. ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഒന്നും അലൗഡ് അല്ല അവിടെ. പിന്നെ പ്ലാന്റ്സും ആനിമൽസിന്റെ കൂടാതെ തന്നെ ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ടെങ്കിൽ പോലും ആ സ്ഥലത്തെ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിക്കാറുണ്ട്. ഓക്കെ, പിന്നെ വൈൽഡ് ലൈഫ് സാങ്ച്വറി അപ്ഗ്രേഡ് ചെയ്ത് എന്താക്കാം? നാഷണൽ പാർക്ക് ആക്കാം. എന്നാൽ നാഷണൽ പാർക്കിനെ ഡൗൺഗ്രേഡ് ചെയ്ത് എന്താക്കാൻ പറ്റത്തില്ല? വൈൽഡ് ലൈഫ് സാങ്ച്വറി ആക്കാൻ പറ്റില്ല. അപ്പൊ ഇതാണ് ബേസിക്കലി നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ടുള്ള ഡിഫറൻസ്. ഇപ്പൊ നിങ്ങൾക്ക് ഇന്ന് തരുന്ന ഒരു അസൈൻമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും കേരളത്തിൽ എത്ര നാഷണൽ പാർക്ക് ഉണ്ട്, കേരളത്തിൽ എത്ര വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട് എന്നുള്ളത് ഒഫീഷ്യൽ ആയിട്ട് ഗവൺമെന്റ് വെബ്സൈറ്റിൽ പോയി നോക്കുക. ഇത്തരത്തിലുള്ള കേരളത്തിലെ വൈൽഡ് ലൈഫ് സാങ്ച്വറിയെ പറ്റിയും നാഷണൽ പാർക്കുകളെ പറ്റിയും നമുക്കൊരു ഐഡിയ വേണം.
ഓക്കെ, അപ്പൊ അതാണ് ഇന്നത്തെ നിങ്ങളുടെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു സെഷൻ കഴിയുമ്പോൾ തന്നെയുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഡിഫറൻസ് ആണ് നമ്മൾ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ഇന്നും മനസ്സിലാക്കി. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത എന്താണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ പരാമർശിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇനി NBWയിലും വൈൽഡ് ലൈഫ് സാങ്ച്വറി നാഷണൽ പാർക്കിന് ശേഷം നമ്മുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ അടുത്ത വരുന്നത് കൺസർവേഷൻ റിസർവ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ആക്ടിനകത്ത് പറയുന്നത്? ഇതും സ്റ്റേറ്റ് ഗവൺമെന്റിന് തന്നെ പ്രഖ്യാപിക്കാം. ഓക്കെ, ആഫ്റ്റർ കൺസൾട്ടിങ് ലോക്കൽ കമ്മ്യൂണിറ്റീസ്. ലോക്കൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിനടുത്ത് കൺസൾട്ട് ചെയ്തതിനു ശേഷം ഓൾറെഡി പ്രഖ്യാപിച്ച നാഷണൽ പാർക്ക് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറിക്ക് തൊട്ടടുത്തായിട്ട് ഓക്കെ അവിടെ ഉള്ള ലാൻഡ്സ്കേപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കൺസർവേഷൻ റിസർവ് ആർക്ക് പ്രഖ്യാപിക്കാം? സംസ്ഥാന സർക്കാരുകൾക്ക് പ്രഖ്യാപിക്കാം. അപ്പൊ കൺസർവേഷൻ റിസർവ് എന്ന് ഉദ്ദേശിക്കുന്നത് കാര്യം ഇത്തരത്തിൽ നാഷണൽ പാർക്ക് വരുന്നു, വൈൽഡ് ലൈഫ് സാങ്ച്വറി വരുന്നു, എന്നാൽ അതിന്റെ അടുത്ത് അതിന്റെ പെരിഫറിയിലായിട്ട് ഇത്തരത്തിൽ എന്താണ് ആൾക്കാർ താമസിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ കോൺഫ്ലിക്റ്റ് വരാം. അഗൈൻ മൃഗങ്ങൾക്ക് അറിയത്തില്ലല്ലോ ഇവിടെ വന്നപ്പോൾ തന്നെ കൃത്യമായിട്ട് വൈൽഡ് ലൈഫ് സാങ്ച്വറി എൻഡ് ചെയ്തു എന്ന് അറിയത്തില്ല അല്ലെ. അപ്പൊ അതിന് ചുറ്റുമുള്ള ഒരു അതിർത്തി മേഖലകളിൽ കുറച്ച് സ്ഥലങ്ങളിൽ സംസ്ഥാന സർക്കാരിന് ഇത്തരത്തിൽ എന്തായിട്ട് പ്രഖ്യാപിക്കാം? കൺസർവേഷൻ റിസർവ് ആയിട്ട് പ്രഖ്യാപിക്കാം. ഓക്കെ, അപ്പൊ അത് മാനേജ് ചെയ്യാനായിട്ട് ഒരു കൺസർവേഷൻ റിസർവ് മാനേജ്മെന്റ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഉദാഹരണമാണ് ബിയേഴ്സ് കൺസർവേഷൻ റിസർവ്. അങ്ങനെ നിരവധി കൺസർവേഷൻ റിസർവുകളും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, ഇപ്പൊ കേരളത്തിൽ ഏതെങ്കിലും കൺസർവേഷൻ റിസർവ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് വരണം. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേരള സ്പെസിഫിക് ആയിട്ടും കൂടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പം അടുത്ത രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തരുന്നത് കേരളത്തില് ഏതെങ്കിലും കൺസർവേഷൻ റിസർവ് ഉണ്ടോ എന്നുള്ളതാണ് അടുത്തൊരു ടാസ്ക്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ള പ്രൊട്ടക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി റിസർവ് ആണ്. ഓക്കെ, കമ്മ്യൂണിറ്റി റിസർവ്. അപ്പൊ എന്താണ് കമ്മ്യൂണിറ്റി റിസർവ്? ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഓക്കെ നാഷണൽ പാർക്കോ വൈൽഡ് ലൈഫ് സാങ്ച്വറിയോ ഉൾപ്പെടാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്തെ ഒരു ഹാബിറ്റാറ്റിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരുകളുടെ അടുത്ത് ആവശ്യപ്പെടുകയും സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാം? അതിനെ കമ്മ്യൂണിറ്റി റിസർവ് ആയിട്ട് പ്രഖ്യാപിക്കും. ഓക്കെ, ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി താമസിക്കുന്ന സ്ഥലം, ആ കമ്മ്യൂണിറ്റിയുടെ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രകൃതിയായിട്ടൊക്കെ ഇടപഴകി അല്ലെങ്കിൽ ഇടചേർന്ന് അവർ ജീവിക്കുന്ന ആ ഒരു സ്ഥലത്ത് എൻവയോൺമെന്റ് പൊല്യൂഷനും കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനും അതിനെ സംരക്ഷിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാരുകൾ എന്ത് പ്രഖ്യാപിക്കുന്നത്? കമ്മ്യൂണിറ്റി റിസർവ് പ്രഖ്യാപിക്കുന്നത്. ഇനി അവിടെ കാര്യങ്ങൾ നോക്കി നടത്താനായിട്ട് ഒരു കമ്മ്യൂണിറ്റി റിസർവ് മാനേജ്മെന്റ് കമ്മിറ്റിയും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അതില് ഓരോ വില്ലേജ് പഞ്ചായത്തിൽ നിന്നുള്ള മെമ്പേഴ്സും ഉണ്ടാവും. ഉദാഹരണമാണ് കേശവപൂർ മിയാനി കമ്മ്യൂണിറ്റി റിസർവ് പഞ്ചാബില്. കേരളത്തില് ഒരേ ഒരു കമ്മ്യൂണിറ്റി റിസർവ് ആണ് ഉള്ളത്, കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. ഓക്കെ, അപ്പൊ എന്താണ് കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുന്നത്? ഇത്തരത്തിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ആവശ്യപ്രകാരം ആ കമ്മ്യൂണിറ്റി വസിക്കുന്ന അല്ലെങ്കിൽ താമസിക്കുന്നതിനടുത്ത് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ആനിമൽസിനെ ബയോഡൈവേഴ്സിറ്റി ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരുകൾക്ക് എന്ത് പ്രഖ്യാപിക്കാം? കമ്മ്യൂണിറ്റി റിസർവ് പ്രഖ്യാപിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്തരത്തിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി പഠിച്ചു, പിന്നെ പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ നമ്മൾ നാഷണൽ പാർക്ക് എന്താണെന്ന് പഠിച്ചു, വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്താണെന്ന് പഠിച്ചു, കമ്മ്യൂണിറ്റി റിസർവ് എന്താണെന്ന് പഠിച്ചു. ഇനി അടുത്ത വരുന്ന അഗൈൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ് സെൻട്രൽ സൂ അതോറിറ്റി. അപ്പൊ ആ പേരിന്റെ അകത്ത് തന്നെ നമുക്ക് ചെറിയൊരു സൂചന കിട്ടുന്നുണ്ട് അല്ലെ? സെൻട്രൽ സൂ അതോറിറ്റി. അപ്പൊ സൂ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമായിരിക്കും ഈ അതോറിറ്റി ചെയ്യുന്നത്. അപ്പൊ എന്താണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. സെൻട്രൽ ഗവൺമെന്റ് ഷാൽ കോൺസ്റ്റിറ്റ്യൂട്ട് എ അതോറിറ്റി ടു സെറ്റ് സ്റ്റാൻഡേർഡ് ഫോർ ഹൗസിംഗ് ആനിമൽസ് ഇൻ സൂസ്, റെക്കഗ്നൈസ് ഓർ ഡീറെക്കഗ്നൈസ് സൂസ്, ഐഡന്റിഫൈ endangered species for captive breeding, coordinate research in captive breeding, etc. അപ്പൊ ഇന്ത്യയിൽ സൂ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സൂവിന് റെക്കഗ്നിഷൻ കൊടുക്കാനും ഈവൻ റെക്കഗ്നിഷൻ എടുത്ത് കളയാനും അല്ലെങ്കിൽ എങ്ങനെ സ്പീഷീസുകളെ അവിടെ പ്രൊട്ടക്ട് ചെയ്യണം, അതിന് ക്യാപ്റ്റീവ് ബ്രീഡിംഗ് നടത്തണം, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്ന ഒരു അതോറിറ്റിയെ സെൻട്രൽ ഗവൺമെന്റിന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്ന് ഈ ആക്ടിൽ പറയുന്നു. അപ്പൊ അത് പ്രകാരമാണ് സെൻട്രൽ സൂ അതോറിറ്റി വരുന്നത്. അവർക്ക് അവരുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് അവരുടേതായിട്ടുള്ള ഫണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവർ ഓരോ വർഷം ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് സെൻട്രൽ ഗവൺമെന്റ് നൽകും. അവരത് പാർലമെന്റിൽ വെച്ചതിന് ശേഷം ഡിസ്കഷൻസ് നടത്തും. അപ്പം ഏതെങ്കിലും ഒരു ആനിമലിനെ ഒരു സൂവിൽ നിന്ന് മാറ്റണമെങ്കിലോ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലോ ഒക്കെ ആരുടെ അനുമതി വേണം? സെൻട്രൽ സൂ അതോറിറ്റിയുടെ അനുമതി വേണം.
ഓക്കെ, അപ്പം നമുക്ക് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം പറയാവുന്ന അടുത്ത ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് സെൻട്രൽ സൂ അതോറിറ്റി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി അഥവാ NTCA പറ്റിയിട്ടാണ്. അപ്പൊ എന്താണ് ഈ ആക്ടിൽ പറയുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ഷാൽ കോൺസ്റ്റിറ്റ്യൂട്ട് NTCA അഥവാ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി വിത്ത് MOEFCC മിനിസ്റ്റർ ആസ് ചെയർപേഴ്സൺ. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി അത് നമുക്ക് മനസ്സിലാവും ആ പേരിൽ നിന്ന് തന്നെ ടൈഗറിനെ കൺസർവ് ചെയ്യാൻ വേണ്ടി. നമുക്കറിയാം ടൈഗർ എന്ന് പറയുന്ന ഒരു എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ്. അത് മാത്രമല്ല നമ്മുടെ റോയൽ ബംഗാൾ ടൈഗർ എന്ന് പറയുന്നത് നാഷണൽ ആനിമൽ കൂടാണ് അല്ലെ. അപ്പൊ ഇത്തരത്തിൽ ടൈഗറിനെ കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു അതോറിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് WPA പറയുന്നുണ്ട്. അത് മാത്രമല്ല അതിന്റെ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞ ആരായിരിക്കണം? നമ്മുടെ കേന്ദ്ര മിനിസ്റ്ററിയുടെ കൺസേൺ മിനിസ്റ്റർ, MOEFCC അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ മിനിസ്റ്റർ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇവരെന്താണ് ചെയ്യേണ്ടത്? ഓരോ സംസ്ഥാന സർക്കാരുകളും ടൈഗർ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നു ആ പ്ലാൻ അപ്രൂവ് ചെയ്യുകയും ടൈഗർ കൺസർവേഷന് വേണ്ടിയിട്ടുള്ള എഫേർട്സ് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് NTCA ഉള്ളത്. അവരാണ് ടൈഗർ എസ്റ്റിമേഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നത്, എങ്ങനെ കൺസർവ് ചെയ്യാം അതുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുന്നതും ടൈഗർ റിസർവ്സ് മോണിറ്റർ ചെയ്യുന്നതും ഒക്കെ NTCA ആണ്. ഓക്കെ, NTCA ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് 1973 ഗവൺമെന്റ് പ്രോജക്ട് ടൈഗർ എന്ന് പറയുന്ന ഒരു പദ്ധതി ആരംഭിക്കുന്നത്. ഓക്കെ, ഇത്തരത്തിൽ ടൈഗർ റിസർവ്സിലൂടെ എങ്ങനെ നമുക്ക് ടൈഗറിനെ പ്രൊട്ടക്ട് ചെയ്യാം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പദ്ധതി കൂടാണ് കേന്ദ്ര ഗവൺമെന്റ്. കാര്യം ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന സെൻസസിൽ ടൈഗർ പോപ്പുലേഷൻ കൂടിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിലവിൽ 54 ടൈഗർ റിസർവ്സ് ഉണ്ട്. ഇന്ത്യയിൽ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഈ പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ 100-ൽ കൂടുതൽ നാഷണൽ പാർക്കുകൾ നമുക്കുണ്ട്, 500-ൽ കൂടുതൽ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഉണ്ട്, നിലവിൽ 54 ടൈഗർ റിസർവ്സ്. അപ്പൊ ഈ ഓരോ ടൈഗർ റിസർവ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് മൂന്നാമത്തെ ടാസ്ക്, അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് കേരളത്തിൽ എത്ര ടൈഗർ റിസർവ്സ് ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് വരണം എന്നുള്ളതാണ്. ഇതെല്ലാം ഒരു ഒറ്റ വെബ്സൈറ്റിൽ തന്നെ കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കയറിയാൽ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം ടൈഗർ റിസർവ് ഇത്തരത്തിൽ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി ആണ് മോണിറ്റർ ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല സ്റ്റേറ്റുകൾ എന്ത് ചെയ്യണം? ഈ ആക്ടിന്റെ അകത്ത് പറയുന്നുണ്ട് സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയും കൂടെ ടൈഗറിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം സംസ്ഥാന ചീഫ് മിനിസ്റ്റർ, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ. ഓക്കെ, അപ്പൊ അതും ഈ ആക്ടിനകത്ത് പറയുന്നു. ഓക്കെ, പ്രോജക്ട് ടൈഗറും ഇതിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അത് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ആരാണ്? NTCA. അപ്പൊ നമ്മൾ നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് പഠിച്ചു, സെൻട്രൽ സൂ അതോറിറ്റി പഠിച്ചു, അടുത്തൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി ആണ്. ഇവരെല്ലാം ഏത് ആക്ട് പ്രകാരമാണ് വന്നിട്ടുള്ളത്? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. ഓക്കെ, ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് പ്രൊട്ടക്റ്റഡ് ഏരിയ ടൈഗർ റിസർവ് ആണ്. അപ്പൊ അതും വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമാണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് WPA പറയുന്നത്? സംസ്ഥാന സർക്കാരുകൾക്ക് ഓക്കെ NTCA അനുമതിയോട് കൂടി എന്ത് ചെയ്യാം? ടൈഗർ റിസർവ് പ്രഖ്യാപിക്കാം. ഒരു അതിന്റെ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ടൈഗർ കൺസർവേഷൻ പ്ലാനും ഒക്കെ കൊണ്ടുവരാം എന്നുള്ളത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിനകത്ത് പറയുന്നു. ഓക്കെ, കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ടൈഗറിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ടൈഗർ റിസർവ് സംസ്ഥാന സർക്കാരുകൾ റെക്കമെൻഡ് ചെയ്യണം. അതേപോലെ തന്നെ ഗ്രാമസഭകളോടും ഷെഡ്യൂൾഡ് ട്രൈബൽ ആൾക്കാരുണ്ട് ഈ വനമേഖലകളിലൊക്കെ താമസിക്കുന്ന, അപ്പൊ അവരുടെ അടുത്തും ഒക്കെ കൃത്യമായി കൺസൾട്ട് ചെയ്തതിന് ശേഷം അവരുടെ ലൈവ്ലിഹുഡിനെയൊക്കെ അഫക്ട് ചെയ്യാത്ത രീതിയിലൊക്കെ വേണം ഈ പറയുന്ന ടൈഗർ റിസർവ് പ്രഖ്യാപിക്കാൻ. അഥവാ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അതിനനുസരിച്ച് വേറെ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് പ്രകാരം അവരുടെ റൈറ്റ്സ് ഒക്കെ എൻഷുർ ചെയ്തിട്ട് വേണം നമ്മൾ ടൈഗർ റിസർവ് പ്രഖ്യാപിക്കാൻ. വൺസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അഗെയിൻ എന്താണ്? നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫിന്റെ മാത്രമല്ല ടൈഗർ റിസർവ് ആയതുകൊണ്ട് NTCA കൂടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന്റെ ബൗണ്ടറീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് ടൈഗർ റിസർവിൽ വരുത്താൻ പറ്റും. ഇപ്പൊ നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് കോമൺ ആണ്. ഏത് പ്രൊട്ടക്റ്റഡ് ഏരിയ വൺസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞതിന് ശേഷം അതിന് ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ അവരുടെ അനുമതി വേണം. ഓക്കെ, ഇനി അതേപോലെ തന്നെ പ്രഖ്യാപിക്കാം എന്നുള്ളതല്ലാതെ ടൈഗർ റിസർവ് ഡീനോട്ടിഫൈ ചെയ്യാൻ സംസ്ഥാന സർക്കാരുകൾക്ക് എന്തില്ല? അവകാശമില്ല. ഓക്കെ, അല്ലെങ്കിൽ എക്സെപ്ഷണൽ കേസിൽ അത് NTCA അല്ലെങ്കിൽ നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് തീരുമാനിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ടൈഗർ കാണുന്ന സ്ഥലങ്ങളിൽ ടൈഗർ റിസർവ് പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കൺസർവേഷൻ കാര്യങ്ങൾ നടക്കുന്നത്.
ഇനി അടുത്ത നമുക്ക് പറയാനുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പം ഇതും വന്നിട്ടുള്ളത്, ഈ ഒരു ബോഡി വന്നിട്ടുള്ളത് ഏത് ആക്ട് പ്രകാരമാണ്? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 പ്രകാരമാണ്. അപ്പൊ എന്താണ് ഈ ആക്ടിൽ പറയുന്നത് നമുക്ക് നോക്കാം. സെൻട്രൽ ഗവൺമെന്റ് മേ കോൺസ്റ്റിറ്റ്യൂട്ട് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ. എന്തിനു വേണ്ടി? ടു കളക്ട് ഇന്റലിജൻസ് റിലേറ്റഡ് ടു ഓർഗനൈസ്ഡ് വൈൽഡ് ലൈഫ് ക്രൈം ആൻഡ് ടു എസ്റ്റാബ്ലിഷ് എ സെൻട്രലൈസ്ഡ് വൈൽഡ് ലൈഫ് ക്രൈം ഡാറ്റാ ബാങ്ക്. ഓക്കെ, അപ്പൊ വൈൽഡ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പലപ്പോഴും പത്രത്തിൽ വായിക്കാറുണ്ടല്ലേ, നക്ഷത്രാമകളെ പറ്റിയിട്ടും അല്ലെങ്കിൽ മറ്റ് എക്സോട്ടിക് ആയിട്ടുള്ള സ്പീഷീസിനെയൊക്കെ ഇല്ലീഗലായിട്ട് കടത്തിയത് പിടിച്ചു. അപ്പൊ ഇത്തരത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇല്ലീഗലായിട്ടുള്ള വൈൽഡ് ലൈഫ് ക്രൈം തടയാനും അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ നടത്താനും ഒക്കെ വേണ്ടിയിട്ട്